ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പാൽ തർക്കം അങ്ങനെ ശമനമില്ലാതെ തുടരുകയാണ്. കർണാടക മിൽക്ക് ഫെഡറേഷൻ കേരളത്തിൽ അവരുടെ പാൽ വിതരണം വ്യാപിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ തർക്ക വിഷയമായിരിക്കുന്നത്. മിൽമ വിൽപ്പന നടത്തുന്നതിനേക്കാൾ കുറവ് വിലയിൽ നന്ദിനി പാൽ വിറ്റ് വിപണി പിടിക്കാനുള്ള തന്ത്രമാണ് കർണാടക മിൽക്ക് ഫെഡറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയിൽ പാൽ ലഭിക്കും എന്ന മെച്ചം നന്ദിനി എത്തുന്നതോടെ നമ്മൾ ഉപഭോക്താക്കൾക്കുണ്ടാകും. എന്നാൽ കേരളത്തിന്റെ ക്ഷീരമേഖലയുടെ തകർച്ചയിലേക്ക് നയിക്കുന്നതാണ് നന്ദിനിയുടെ ഈ നീക്കമെന്നാണ് മിൽമ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിദിനം 35 ലക്ഷം ലിറ്റർ പാലാണ് കേരളത്തിന് വേണ്ടതെന്നാണ് കണക്ക്. ഇതിൽ മിൽമയുടെ സംഭാവന 15 ലക്ഷമാണ്. ബാക്കിയുള്ള 20 ലക്ഷം ലിറ്റർ പാലിന്റെ വിപണിയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും അതുകൊണ്ട് തന്നെ മിൽമയ്ക്ക് ഞങ്ങൾ ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ലെന്നാണ് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ അവകാശവാദം. കർണാടക കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷന്റെ പാലും പാലുൽപ്പന്നങ്ങളുമാണ് നന്ദിനി എന്ന ബ്രാൻഡിൽ വിൽക്കുന്നത്. പ്രതിദിനം 81 ലക്ഷം ലിറ്റർ പാലാണ് നന്ദിനി സംഭരിക്കുന്നത്. കൂടാതെ 60-ലധികം പാൽ ഉൽപ്പന്നങ്ങൾ വിവിധ പേരുകളിലായി വിപണിയിലുണ്ട്. മിൽമയേക്കാൾ 7 രൂപയോളം വിലക്കുറവിലാണ് നന്ദിനി പാൽ വിൽക്കുന്നത്. കേരളത്തിൽ വിൽക്കാനുള്ള പാലിന്റെ വില നന്ദിനി വർദ്ധിപ്പിച്ചെങ്കിലും തങ്ങളുടെ വിപണി നഷ്ടമാവുകയും കർഷകർ കഷ്ടത്തിലാകുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് മിൽമ അധികൃതരുള്ളത്. രാജ്യത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ മിൽമയുടേതാണെന്ന് ദേശീയ മൃഗസംരക്ഷണ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. 2ാം സ്ഥാനം മാത്രമാണ് നന്ദിനിക്കുള്ളത്. ഉയർന്ന അണുഗുണനിലവാരമാണ് പാലിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം. മലബാറിലെ ക്ഷീര കർഷകരിൽ നിന്നും മിൽമ സംഭരിക്കുന്ന പാലിന്റെ ശരാശരി അണുഗുണനിലവാരമെന്ന് പറയുന്നത് 204 മിനിറ്റായി ഉയർന്നെന്ന് വകുപ്പിന്റെ കണക്കുകൾ തന്നെ പറയുന്നുണ്ട്. മലബാർ മിൽമ സംഭരിക്കുന്ന പാലിനാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അണുഗുണനിലവാരം രേഖപ്പെടുത്തിയത്. മലബാർ മിൽമയുടെ അണുഗുണനിലവാരം 204ആയി ഉയർന്നപ്പോൾ 2ാം സ്ഥാനത്തുള്ള കർണാടകയുടേത് 190 മിനിറ്റും 3ാം സ്ഥാനത്തുള്ള പഞ്ചാബിൻ്റേത് 180 മിനിറ്റുമാണ്. ഒരാൾ മറ്റൊരാളുടെ വിപണിയിൽ ഇടപെടില്ലെന്ന സഹകരണ തത്വത്തിന്റെ നഗ്നമായ ലംഘനമാണ് കർണാടക നടത്തുന്നതെന്നാണ് മിൽമ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ പാൽ ബ്രാൻഡായ അമുലിനെ കർണാടകയിൽ കാലുകുത്താൻ അനുവദിക്കാത്ത കർണാടക മിൽക്ക് ഫെഡറേഷനാണ് ഇപ്പോൾ കേരളത്തിലെ പാൽ വിപണിയെ അടക്കി ഭരിക്കാൻ എത്തുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഏപ്രിൽ 5-നാണ് കർണാടകയിൽ തങ്ങളുടെ പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കാൻ ഗുജറാത്ത് ക്ഷീരോത്പാദക സഹകരണ ഫെഡറേഷനായ അമൂൽ തീരുമാനം എടുത്തത്. എന്നാൽ പിന്നീട് കർണാടകയിൽ കണ്ടത് നന്ദിനിയുടെ പിന്തുണയോടെ ക്ഷീരകർഷകർ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പായിരുന്നു. നന്ദിനിയെ വിഴുങ്ങാൻ അമൂൽ എത്തുന്നു എന്നായിരുന്നു കർണാടകയുടെ പ്രചാരണം. ഒരാളുടെ വിപണിയിൽ മറ്റൊരാൾ ഇടപെടില്ലെന്ന സഹകരണ ഫെഡറേഷൻ തമ്മിലുള്ള ധാരണ ഗുജറാത്ത് ഫെഡറേഷൻ ലംഘിക്കുകയാണെന്നും കർണാടക ഫെഡറേഷൻ തുറന്ന് പറഞ്ഞിരുന്നു അന്ന്. അതായത് ഇന്നെന്താണോ കർണാടക ചെയ്യുന്നത് അത് തെറ്റാണെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കർണാടക പരസ്യമായി പറഞ്ഞിരുന്നു. നന്ദിനിയെ തോൽപ്പിക്കാൻ വില കുറച്ച് മിൽമ വിറ്റാൽ പോരെ എന്ന നിഷ്കളങ്കമായ ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കേരളത്തിലെ ക്ഷീരകർഷകർക്ക് കർണാടകയിലെ ക്ഷീരകർഷകർക്ക് നന്ദിനി നൽകുന്നതിനേക്കാൾ കൂടുതൽ വില നൽകിയാണ് മിൽമ പാൽ സംഭരിക്കുന്നത്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർണാടക മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ക്ഷീരകർഷകരിൽ നിന്നും 1 ലിറ്റർ പാൽ സംഭരിക്കുന്നതിന് 35 രൂപ നൽകുമ്പോൾ മിൽമ കേരളത്തിലെ ക്ഷീരകർഷകരിൽ നിന്നും പാൽ സംഭരിക്കുന്നത് ലിറ്ററിന് 43 രൂപ നൽകിയാണ്. ഇതിനു പുറമെ ഒട്ടനവധി ആനുകൂല്യങ്ങളും മിൽമ ക്ഷീരകർഷകർക്ക് നൽകുന്നുണ്ട്. വേനൽക്കാലത്ത് ഇൻസെന്റീവും കാലിത്തീറ്റ സബ്സിഡിയും അതുപോലുള്ള ബോണസും മറ്റ് ആനുകൂല്യങ്ങളും മിൽമ ഇവിടുത്തെ ക്ഷീരകർഷകർക്ക് നൽകുന്നുണ്ട്. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ക്ഷീരകർഷകർ. കേരളത്തിലെ ക്ഷീരകർഷകരിൽ നല്ലൊരു പങ്കും ലാഭം കണ്ടല്ല, മറിച്ച് ഇഷ്ടം കൊണ്ട് പശുക്കളെ വളർത്തുന്നവരാണ്. അങ്ങനെ ചെറിയ ലാഭത്തിൽ നടക്കുന്ന കന്നുകാലി വളർത്തലിൽ ഇനിയും വില കുറയ്ക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഈ അവസരത്തിലാണ് നന്ദിനിയുടെ ചതിക്ക് അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യാൻ മിൽമ തയ്യാറെടുക്കുന്നത്. നന്ദിനി കേരളത്തിൽ കട തുറക്കുമ്പോൾ കർണാടകയിൽ പാൽ സൊസൈറ്റികൾ തുടങ്ങാനാകുമോ എന്ന ആലോചനയിലാണ് മിൽമ ഇപ്പോൾ. കേരളത്തിൽ പാലിന് ക്ഷാമം നേരിടുമ്പോൾ കർണാടക മിൽക്ക് ഫെഡറേഷനിൽ നിന്നും മിൽമ പാൽ വാങ്ങാറുണ്ട്. ഇതുവരെയും മിൽമ കർണാടകത്തിൽ നിന്നും പാൽ വാങ്ങിയിരുന്നത് കർണാടക മിൽക്ക് ഫെഡറേഷൻ വഴി തന്നെയായിരുന്നു. എന്നാൽ കർണാടകയിലെ കർഷകരിൽ നിന്നും നേരിട്ട് പാൽ സംഭരിക്കുന്നതിനുള്ള സാധ്യതകൾ ആലോചിക്കുകയാണ് ഇപ്പോൾ മിൽമ. കർണാടകയിലെ കർഷകർക്ക് ലിറ്ററിന് 35 രൂപ നന്ദിനി നൽകുമ്പോൾ ലിറ്ററിന് 43 രൂപ നൽകി സംഭരിക്കാനുള്ള ആണ് മിൽമ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി നന്ദിനിക്ക് കർണാടകയിൽ തന്നെ വെല്ലുവിളി ഉയർത്താനാണ് മിൽമ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് കണ്ടു തന്നെ അറിയണം. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്താകെ 25 നന്ദിനി ഔട്ട്ലെറ്റുകൾ തുറക്കുമെന്നാണ് കർണാടക മിൽക്ക് ഫെഡറേഷൻ വ്യക്തമാക്കുന്നത്. 2 വർഷത്തിനകം ഓരോ താലൂക്കിലും ഔട്ട്ലെറ്റുകൾ തുടങ്ങും. നിലവിൽ എറണാകുളം ജില്ലയിലെ കാക്കനാട്, എളമക്കര, പത്തനംതിട്ട ജില്ലയിലെ പന്തളം, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, തിരൂർ, ഇടുക്കി, തൊടുപുഴ എന്നിവിടങ്ങളിലാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്.
കോഴിക്കോട്, തലശ്ശേരി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ കൂടി ഉടൻ ഔട്ട്ലെറ്റുകൾ തുറക്കും. ഇതിന് പുറമെയാണ് 16 എണ്ണം കൂടി തുറക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ചെറുകിട കടകൾക്ക് ഏജൻസി നൽകില്ലെന്നും പാൽ കൃത്യമായ ഊഷ്മാവിൽ സംഭരിച്ച് എത്തിക്കാനായി വാഹനവും അതുപോലെ സൂക്ഷിക്കാൻ സൗകര്യവുമുള്ള കോൾഡ് സ്റ്റോറേജും ഉള്ളവർക്ക് മാത്രമേ ഏജൻസി നൽകൂ എന്നാണ് നന്ദിനിയുടെ നിലപാട്. കേരളവുമായി ഏറ്റുമുട്ടലിന് ഇല്ലെന്നും കുറവുള്ള പാൽ വിപണിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നന്ദിനി ആവർത്തിക്കുന്നുണ്ടെന്ന്. നന്ദിനി കേരളത്തിൽ വിൽപ്പന തുടരാനാണ് തീരുമാനമെങ്കിൽ കർണാടകയിൽ മിൽമയുടെ പാൽ സൊസൈറ്റികളും ഉയരുമെന്ന മുന്നറിയിപ്പാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. അമുലിനെ വിരട്ടിയോടിച്ച കന്നഡയിൽ കേരളത്തിന് അതിന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് കാലം മറുപടി പറയട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനാവൂ.